ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. ഈ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള കണ്ടന്റ്സ് മൊത്തം അത്ര വിയേർഡാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇത് കുട്ടികൾക്കുള്ള വീഡിയോ അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്. ഈ വെബ്സൈറ്റിന്റെ പേരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൊമൈൻ എന്ന് പറയുന്നത് LHOHQ.info എന്നാണ്. അപ്പോൾ നമുക്കതൊന്ന് എടുത്തു നോക്കാം. ആദ്യം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്, LHOHQ.info. ഓക്കെ, ആദ്യം തന്നെ ഇതാണ് എൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. അതിനകത്ത് ആദ്യം എന്തോ ഒരു ലാംഗ്വേജിൽ സംഭവം എഴുതിയിട്ടുണ്ട്, എന്തോ നമുക്കറിയത്തില്ല. അത്യാവശ്യം പഴക്കമുള്ള ഫോട്ടോയാണ്, ഇവിടെ ഒന്നും വെച്ചെടുത്തതല്ല. കണ്ടിട്ട് ആരാണ് ആളുകളൊന്നും മനസ്സിലാവുന്നില്ല, ഫേമസ് പേഴ്സണാലിറ്റീസിനെയും ഒന്നും നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ അല്ലെന്ന് തോന്നുന്നു എന്തോ. ഇതിനകത്തുള്ള എല്ലാം ഇതിനൊക്കെയുള്ള ഫോട്ടോസൊക്കെയാണ്, നമുക്കത് കാണാൻ പെട്ടെന്ന് മനസ്സിലാവത്തൊന്നുമില്ല. ഈ മോളിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ChatGPT കത്തിട്ട് നോക്കാം. അതാകുമ്പം എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഇത് റഷ്യൻ ഭാഷയാണ് കേട്ടോ, റഷ്യനാണ്. വി ആർ എഞ്ചിനീയേഴ്സ് ഓഫ് ദ ഹ്യൂമൻ സോൾ, അതാണ് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം. ദിസ് ഈസ് എ ഫേമസ് സോവിയറ്റ് ഫ്രേസ് കോമൺലി അട്രിബ്യൂട്ടഡ് ടു ജോസഫ് സ്റ്റാലിൻ. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് ജോസഫ് സ്റ്റാലിൻ്റെ ആണ് കേട്ടോ. ഹു റിപ്പോർട്ടഡ്ലി യൂസ്ഡ് 1932 when speaking about writers. The idea was the writers, artists and intellectuals should shape people's values, beliefs and character much like engineers shape machines or structures. ഓക്കെ, ഇത് ജോസഫ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം എടുത്ത് കൊടുത്തേക്കെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്, മേ ബി ഒരു കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള വെബ്സൈറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇനി ആ ഒരു ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കണക്കൊരു സംഭവം വരും. ഇത് കണ്ടതിന് ശേഷം ഏതൊരു ഷെറിഫാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പുറം ഉള്ളത് മക്ഡൊണാൾഡ്സിന്റെ ക്ലൗണാണ്. എന്താണ് ഇവരിതുകൊണ്ട് ഉദ്ദേശിക്കുക എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ ആ ഒരു ഫോട്ടോയൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കണ്ടു ഇതിനൊക്കെയുള്ള കുറേ വിയേർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കും. ഇത് കണ്ടതിന് ശേഷം എന്തോ എന്താ പറയുക, സാറ്റാനിക് ആയിട്ടുള്ള എന്തോ റിച്വൽ എങ്ങാണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് റാൻഡം ആണ് കേട്ടോ. ഇപ്പം നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഇത് തന്നെ കാണണമെന്ന് നിർബന്ധം തോന്നുന്നില്ല, അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. കണ്ടതിന് ശേഷം ആൻറ്റി ക്രൈസ്റ്റ് എന്തൊക്കെയാണെന്നാണ് കാണിക്കുന്നത്. ഈ മിക്കി മൗസിൻ്റെ റെഫറൻസ് മിക്ക എടുത്തും കാണാൻ സാധിക്കും ഈ ഒരു വെബ്സൈറ്റിനകത്ത്. ഇത് ഉണ്ടാക്കിയ ആൾ മേ ബി മിക്കി മൗസിൻ്റെ എന്തെങ്കിലും ആരാധകൻ വല്ലതും ആയിരിക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് ChatGPTക്കകത്ത് ഇട്ട് നോക്കാം. ഇതെന്തെങ്കിലും കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവമാണോ? ദിസ് ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം US ഫെഡറൽ കോർട്ട് ട്രയൽ. തന്നെ കോർട്ട് ട്രയലിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള എന്തോ സംഭവമാണ്. Here's what is happening in the plain English. The lawyer is cross-examining witness. The witness has already testified with Mr. Odo. ഇത് ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നോക്കുകയാണെങ്കിൽ, ഇത് ഈ അറ്റവും മൂലമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. അതൊന്ന് നോക്കാം. ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള എന്തെങ്കിലും ഐഡിയ കിട്ടുമോ നോക്കാം. ഫെഡറൽ ക്രിമിനൽ കേസ് US ഉസാമ ബിൻ ലാദൻ. കോമൺലി നോൺ ആസ് ദ US എംബസി ബോംബിംഗ് ട്രയൽ. US എംബസി ബോംബിംഗ് ട്രയലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ട്രയൽ നടക്കുന്ന സമയത്തുള്ള എന്തോ സംഭവമാണ് അവർ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇതിപ്പം ഇത് മാത്രമാണ്, ഇതിനൊക്കെയുള്ള ഫേമസ് ആയിട്ടുള്ള പല കേസുകളുടെയും ഇതിനൊക്കെയുള്ള എന്താ പറയുക ട്രയൽ നടക്കുന്ന സമയത്തുള്ള ഒരു സംഭാഷണങ്ങളൊക്കെ ഇതേ കണക്ക് അവർ കൊടുത്തേക്കും. ഇതിനകത്ത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു ഐഡിയ ഇല്ല. കണക്കിന് ഇതിനൊന്നും ഒരു ഹെഡിങ്ങോ അല്ലെങ്കിൽ കോണ്ടാക്റ്റോ ഒന്നും കാണത്തില്ല. നമ്മൾ ഇതിനൊക്കെ സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് കോണ്ടാക്റ്റ് ഒന്നും മനസ്സിലാക്കി വായിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇതുമായിട്ട് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കണം. ഇതിപ്പോൾ ഞാൻ ആ ഒരു ഫോട്ടോയ്ക്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഒരു ഇതിനകത്തോട്ടായിരിക്കും പോകുന്നത്. കണ്ടോ, വീണ്ടും കണ്ടോ, ഇതിനകത്ത് എല്ലാത്തിനകത്ത് ഇതിനൊക്കെ ഒരു മിക്കി മൗസിൻ്റെ റെഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടോ, ഇതെല്ലാം ഓരോരോ ട്രയൽ നടക്കുന്ന സമയത്തുള്ള അവരുടെ സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇത് എഫ്സ്റ്റീൻ ഫയൽസിനകത്തുള്ള ഒരു ഫോട്ടോയാണ്. ഇത് വലിയ പ്രശ്നമായിട്ടുള്ള കേസായിരുന്നു. കാരണം വെർജീനിയയ്ക്ക് 17 വയസ്സുള്ള സമയത്ത് മാക്സ്വെല്ലും എഫ്സ്റ്റീനും കൂടെ ചേർന്നിട്ട് ആൻഡ്രൂവിന് സെക്ഷൽ എൻകൗണ്ടറുമായിട്ടുള്ള ഒരു വഴി ഒരുക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ 2021 മാക്സ്വെല്ലിനെ കോടതി 20 വർഷത്തേക്ക് ശിക്ഷിക്കുകയാണ്. ആൻഡ്രൂ പിന്നീട് ഇത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്യുകയാണ് വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട്. ഹോം പേജിനകത്തോട്ട് പോയതിന് ശേഷം ഇവിടെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ മിക്കി മൗസിൻ്റെ. ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കി മൗസിൻ്റെ മാസ്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തുണ്ടോ വെൽക്കം ടു ദ ലാഫിംഗ് ഹോഴ്സസ് ഓറിഫൈസ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഇതാണ് ആ LHOHQന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തൊക്കെയാണ് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആരാണ് സ്റ്റാർട്ട് ചെയ്തെന്നോ അല്ലെങ്കിൽ വർഷം എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം. ജസ്റ്റ് ലുക്കപ്പ് നോക്കാം.
LHOHQ.info. ഇൻഫോ എന്നാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ. ഇതിനകത്ത് LHOHQ.info രജിസ്റ്റർഡ് ഓൺ 2007 11 മാസം 11 തീയതിയാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എക്സ്പയർസ് ഓൺ 2026. ഈ വർഷം 11 മാസം 11 തീയതി എക്സ്പയർ ആവും. അപ്പം 2007 സ്റ്റാർട്ട് ചെയ്തതാണ് ആരോ. അപ്പം കറക്റ്റായിട്ട് ആരൊക്കെ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ കണ്ടൻസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡൊമൈൻ ആണെന്നുണ്ടെങ്കിലും ആരൊക്കെ പുതുക്കി പോകുന്നുണ്ട്. ഇതിൻ്റെ വേറെ ഡീറ്റെയിൽസ് രജിസ്ട്രാർ ഡ്രീം ഹോസ്റ്റ് LLC എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് രജിസ്ട്രാറുടെ ഇതാണ്. ഇത് ആരാണ് എടുത്തിരിക്കുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും കാണുന്നില്ല. രജിസ്ട്രാറുടെ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. ഇത് ഓപ്പറേഷൻ സൈക്ലോണിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ ആണ്. ഇത് വിക്കിപീഡിയക്കുന്നവർ അത് കണക്കിന് എടുത്തിട്ടിരിക്കുന്നതാണ്. അറിഞ്ഞാത്ത ആൾക്ക് വേണ്ടിയിട്ടാണ്. ഈ സംഭവം 1979-89 കാലഘട്ടത്തിൽ, അതായത് സോവിയറ്റ് അഫ്ഗാൻ യുദ്ധം നടക്കുന്ന സമയത്ത് US-ഉം അതേ കണക്ക് തന്നെ സൗദി അറേബ്യയും കൂടെ അഫ്ഗാനിസ്ഥാനിലുള്ള മുജാഹിദീൻ ഗ്രൂപ്പുകൾക്ക് ഫണ്ട് ചെയ്തു. ഫണ്ട് മാത്രമല്ല ട്രെയിനിങ്ങും അതിന് വെപ്പൺസും എല്ലാം കൊടുത്തു. പാകിസ്ഥാൻ മുഖേനയാണ് ഇവർ ഈ സംഭവങ്ങളെല്ലാം ചെയ്തത്. അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനാണ് സംഭവം. ഇതിനകത്ത് ജിമ്മി കാർട്ടറിന് കൊടുത്തിരിക്കുന്നത് നമ്മുടെ KGF-ലെ ജിമ്മി കാർട്ടർ അല്ല. ഓക്കെ, അതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. എനിവേ, അപ്പോൾ അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് വിക്കിപീഡിയക്കകത്ത് നിന്ന് അവർ അതണക്ക് എടുത്തിട്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫോട്ടോസാണ് മുജാഹിദീൻ ടീമുകൾ അവർക്ക് കൊടുത്തിരിക്കുന്ന വെപ്പൺ വെച്ചിട്ട് ഫയർ ചെയ്യുന്നതല്ല. നിങ്ങൾ ഇതാണ്ട് ഈ പേജ് ഒന്ന് നോക്കി വെച്ചോ. ട്രംപ് ഡാൻസ് കളിക്കുന്ന വീഡിയോ എങ്ങാണ്ടാണ്. അത് കണക്ക് തന്നെ ഇവിടെ ഈ ഒരു URL നോക്കി വെച്ചോ. നിങ്ങൾ ഈ ഒരു വീഡിയോക്കകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് വേറൊരു വീഡിയോക്കകത്തോട്ടാണ് പോകുന്നത്. കണ്ട, ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം, അല്ലാണ്ട് ലോഡ് ആവാൻ കുറച്ച് താമസമാണ്. എന്താണ് സംഭവം എന്നൊരു പിടുത്തവും ഇല്ല. അവിടെ ഒരു ഇല്യൂമിനാറ്റിയുടെ ഒരു സംഭവമല്ലേ നമ്മളിപ്പോൾ കണ്ടത്. ഒരു എനിക്കറിയത്തില്ല എന്ത് സംഭവം എന്നുള്ളത്. ശ്രദ്ധിച്ച് എന്ത് പ്രശ്നമാണോ എന്നറിയത്തില്ല. കണ്ട ഒരു ട്രയാങ്കിൾ ഷേപ്പ്. ഇതിനകത്ത് കണ്ടോ ഒരു കണ്ണിൻ്റെ ഇത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആനിമൽ ടെസ്റ്റിംഗ് ആൻഡ് ഡെമോഗ്രാഫിക്സ് റെസ്പോൺസ് ഇവാലുവേഷൻ പ്രോഗ്രാം. ഇത് കണക്കുള്ള കുറേ വീഡിയോസ് ഇതിനകത്ത് കാണാം. നമുക്ക് കുറേ ക്രിപ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എടുത്ത് നോക്കണം. ഓരോരോ പേജ് മാറി നോക്കുമ്പോൾ ഇപ്പം ഞാൻ അതിനകത്ത് ഒരു ഫോട്ടോ കണ്ടു, അത് ക്ലിക്ക് ചെയ്ത് നോക്കുവാണ്. കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിനകത്ത് ഞാൻ താഴോട്ട് വന്നിട്ട് വേറെ എവിടെയെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് വേറെ ഒരു പേജിനകത്തോട്ടാണ് പോകുന്നത്. ഇങ്ങനെയുള്ള വളരെ ക്രീപ്പി ആയിട്ടുള്ള കുറേ കാര്യങ്ങളിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ചുമ്മാ എന്തോ കൊടുത്തിരിക്കുന്നതാണ്. ലൂസിയാന സ്റ്റേറ്റ് ഫെയർ
എ സൗണ്ട് മൈൻഡ് ഇസ് എ സൗണ്ട് ബോഡി ദിസ് ദാറ്റ്. ഡൊണാൾഡ് ട്രംപിനെ എന്തോ വെച്ചിട്ട് കളിയാക്കി എന്തോ കൊടുത്തിരിക്കുന്നതാണ്. റിസീവ്ഡ് 9,001 ആവറേജ് പെർസെൻറ്റ് ഇൻ ദ ബെറ്റർ ബേബീസ് കോൺടെസ്റ്റ് ഹെൽഡ് അണ്ടർ ദ auspicious of the Louisiana State Fair and Women's Home Companion. ചുമ്മാ അതാ പറയുന്നത്, ഇതേണക്കുള്ള കുറേ ഓൾട്ടേഡ് കണ്ടന്റ്സ് നമുക്ക് ഇതിനകത്ത് കാണാം. ഇവിടെയും വേറെ എന്തൊക്കെയോ റെസീറ്റ് ആണെന്ന് തോന്നുന്നു, എന്തോ നമുക്കറിയത്തില്ല. ഒരു ഫോട്ടോ കാണാം. 28/19 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും US ഗവൺമെൻറ് റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കുന്നു. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെല്ലാം ഒരു തരം ആൻറ്റി ക്രൈസ്റ്റ് രീതിയിലൊക്കെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, സെപ്റ്റംബർ 21, 2019 ഡൊണാൾഡ് ട്രംപ് കോട്ട് ഈ സ്കോട്ട് മോറിസൺ ഈസ് എ മാൻ ഓഫ് ടൈറ്റാനിയം. കണ്ടോ, ഇങ്ങനെ വളരെ വിയേർഡായിട്ടുള്ള ഒരു സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പേറ്റന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. മക്ഡൊണാൾഡ് മാർച്ച് 21, 1972 ഹോളോഗ്രാഫിക് ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റം. ഇൻവെൻറ്റർ ജെയിംസ് മക്ഡൊണാൾഡ്, വിൻഹാംപ്ടൺ, ന്യൂയോർക്ക്. ഇന്റർനാഷണൽ വിസിറ്റേഴ്സ് മെഷീൻസ് കോർപ്പറേഷൻ. ഇതേണക്കുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ഓക്കെ, ഇതൊക്കെ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. എന്തൊക്കെയോ ഡൊണാൾഡ് ട്രംപ് ഫിനാൻസ് ഓപ്ഷൻ, CIA, മൈൻഡ് കൺട്രോൾ, ബുഷ്, ക്ലിൻറ്റൺ, ആപ്സ് എന്തൊക്കെയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നും വ്യക്തതയില്ല. സത്യം പറഞ്ഞാൽ അപ്പം ഇത് തോനെ കാണിക്കുന്നത് ഗവൺമെൻറ് ഓരോ കോൺട്രവേഴ്സീസ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഫോട്ടോസും റൈറ്റിങ്സും കാര്യങ്ങളും. പിന്നെ ഇതാരാണ് തുടങ്ങിയിരിക്കുന്നത് അവരുടെ ഓരോ കാഴ്ചപ്പാടിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങായിട്ട് ഫ്ലാഷി ആയിട്ട് കാണിക്കും. പിന്നെ ഇതിനകത്തുള്ള ഒബ്സീൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതാണ് വേറൊരു പ്രശ്നം. അപ്പം എന്തോ ആരോ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ തുടങ്ങിയ ഒരു സംഭവം. ഇത് ഇൻ്റർനെറ്റ് ആർട്ടായിട്ട് കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൂടുതൽ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ എടുത്ത് നോക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.